ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇനി വിഷു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളർ, നല്ല കരിഞ്ഞ ഗ്രീൻ ആണ് കേട്ടോ ഇത്. അടിപൊളി ഡാർക്ക് ഗ്രീൻ കളറാണ്. അതിനകത്തോട്ട് നമ്മൾ നല്ല ഇങ്ങനത്തെ ഒരു നെക്ക് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതും നല്ല എന്താ പറയുക, കഴുത്തും ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പിങ്ക് ഒക്കെ ചെയ്തായിരുന്നു, നല്ല ഭംഗിയായിരുന്നു നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പം അതുപോലെ ഇത് ഫുള്ളി ഒരു ബീഡ്സ് വർക്ക് ചെയ്തേക്കുന്ന കേട്ടോ ഇതിന്റെ യോക്കിലോട്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ് എല്ലാം സിമ്പിൾ കൊടുത്തിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒതുക്കം തോന്നുന്ന പാറ്റേൺ ആണ്. സ്ലീവിലോട്ടോ കാര്യങ്ങൾ വർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, സിമ്പിൾ ആയിട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ നല്ല കരിഞ്ഞ, നമുക്ക് വിഷുവിന് ഏറ്റവും പറ്റിയ ബെസ്റ്റ് കളറിൽ ഇതാണല്ലോ യെല്ലോ, പിന്നെ ഗ്രീന്, അതൊക്കെ. അപ്പം ഇതാണ് അതിന്റെ യോക്ക് വരുന്നത്. ഇതുപോലെ കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ഫുള്ളി ഒരു വർക്കാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഒരു നെറ്റ് ഫാബ്രിക്കിൽ അങ്ങനെ ഒരു തിളങ്ങുന്ന അങ്ങനത്തെ വർക്ക് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ട്. നമ്മുടെ 48 ലെങ്ത്തിലോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നെക്ക് പാറ്റേണിലേക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഈ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നല്ല, അതായത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഞാനും വിചാരിച്ചു ഇത് ചെയ്ത് തന്നപ്പോൾ ഈ ഒരു വർക്കിന് മാച്ചായിട്ട് കളർ കൊടുത്തപ്പോൾ അയ്യോ ഇത് ഇങ്ങനത്തെ ഒരു കളറാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വേറെ ഇത് കഴിയുമ്പോൾ നമുക്ക് ശരി ചില കളേഴ്സ് നമുക്ക് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നും. അപ്പം എനിക്ക് അതേപോലെ തന്നെ ഈ ഷെയ്ഡ് തോന്നി. ഇപ്പം എനിക്ക് വേറെ ഇത് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. നല്ല രസമുണ്ട് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല എന്താ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയാം, കാക്കിയുടെ ഒക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഐവറി കളറിന്റെ ഡാർക്ക്, ഭയങ്കര ഡാർക്ക് ഒരു ടോണിലേക്ക് വരും. അപ്പം ഇതാണ് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതും ഫുള്ളി ഈ ഹാൻഡ് വർക്കാണ് ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. നെറ്റിലോട്ട് ഫാബ്രിക് തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ നമ്മൾ സ്ലീവിലോട്ടും ഈ ഒരു ലെയർ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ സെയിം വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ഷെയ്ഡ് നല്ല രസമാണ്. ഇതിന്റെ ആ നെക്ക് പാറ്റേണും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വിയും ഇതുപോലെ സ്ലീവിലേക്ക് വർക്ക് കൊടുക്കുമ്പോൾ ഒരു റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, എപ്പോഴും നമ്മൾ കാണുന്നതിലും ഒരു റെയർ ഷെയ്ഡായിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതിന് നമുക്ക് എന്താ പറയുക, ബോട്ടം ഷോളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇത് ടോപ്പ് നമുക്ക് റെഡി ടു ഡേ, ഇപ്പൊ നേരത്തെ കാണിച്ച ബോട്ടിൽ ഗ്രീൻ ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ഈ ഒരു ഷെയ്ഡ് ആണെങ്കിലും നമുക്ക് റെഡി ടു ഡെസ്പാച്ച് പീസിന്റെ ഡിലേ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇപ്പോൾ കുറേ ആയിട്ട് ഡിലേ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ഷെയ്ഡാണ്, എല്ലാവർക്കും മാച്ച് ആവുന്ന ഈ ഒരു ഷെയ്ഡ്. നെക്ക് പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഒരു വലിയ ഫ്രോക്ക് പോലെ, ഞാനിപ്പോൾ അതാണ് ബോട്ടം ഒരു ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വേറെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും അധികം ഒരു ഡിലേ ഇല്ലാതെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. കാര്യങ്ങളൊന്നും ഇഷ്ടം പ്ലീറ്റ്സോ ഗ്യാദേഴ്സോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു എലൈൻ പാറ്റേണിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ സ്ലീവിലോട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ സ്ലീവിലോട്ടും ഇതുപോലെ ഒരു പേൾ വെച്ചിട്ട്, ഷുഗർ ബീഡ്സ് വെച്ചിട്ട് പേൾ കളർ നമ്മൾ സീക്വൻസും ഒരു ലെയർ എന്താ പറയാ, ഒരു 2 ലെയർ ഷുഗർ ബീഡ്സിന്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടോ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു വർക്ക് ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഇതിന് ഈ ഒരു സെയിം ടോൺ ദുപ്പട്ടയൊക്കെ പകർന്ന് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം എലൈൻ പാറ്റേൺ ആണ്. ഇത് തന്നെ നമ്മൾ സ്ലിറ്റിലോട്ട് വേണമെങ്കിലും ചെയ്യാം. സെയിം ടോൺ തന്നെ ദുപ്പട്ടയും വേണമെങ്കിൽ ഇതിനെ പെയർ ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ നെക്ക് പാറ്റേൺ ഇതേപോലെ ആയിരിക്കും. ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതിന്റെ നെക്കിന്റെ വരുന്നത്. നല്ല, ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ടു കേട്ടോ. അപ്പം ലാവൻഡർ കളറിലോട്ടാണ്. ഇതിന് വേണമെങ്കിൽ സെയിം ടോൺ ദുപ്പട്ടയും പെയർ ചെയ്യാം. ഇപ്പൊ എനിക്ക് കുറച്ചൊരു എക്സ്ട്രാ എന്റെ നെക്സ്റ്റ് സൈസാണ്, അതുകൊണ്ടാണ് ഇത്തിരി ലൂസായിട്ട് തോന്നുന്നത് കേട്ടോ. ടൈറ്റ് ഫിറ്റ് ആകുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ഭംഗി വരും. അപ്പം ഈ ഒരു പാറ്റേണും അവൈലബിൾ ആണ്.